മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം ആ നാടിൻ്റെ ആകെ ഉത്സവമാണ്. ഉത്സവ ദിനങ്ങളിൽ ഒരു വലിയ ജനപ്രവാഹം തന്നെ നമുക്കവിടെ കാണാൻ കഴിയും. പ്രധാന ആകർഷണമായ കാഴ്ച വരവ് എന്ന് വെച്ചാൽ കലശവും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഒരു കാവിൻ്റെ 10 കിലോമീറ്ററും അതിനപ്പുറവുമുള്ള ചുറ്റളവിൽ നിന്നുമുള്ള ഒരുപാട് കലശവുമായി കാവിലേക്ക് വരുന്ന സംഘത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഘത്തിൽ ഒരു കൂട്ടം വാദ്യ സംഘം ഉണ്ടാവും. പിന്നെ ഈ കലശം അലങ്കരിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. അത് തോളിൽ താങ്ങി വലിയ ഹൈറ്റിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു സുന്ദരമായ കാഴ്ചയാണ്. നാടിൻ്റെ പല ഭാഗത്തു നിന്നും ആയി ഏതാണ്ട് ഒരു 50ഓളം സംഘങ്ങൾ ഇതുപോലെ കാണും. എല്ലാം ഈ വലിയൊരു ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് കാവിൻ്റെ മുറ്റത്തേക്ക് ഓരോ സംഘങ്ങളായി ഇറങ്ങുകയും കാവ് വലം വെച്ച് കലശം അവിടെ ഏൽപ്പിക്കുന്നത് ഒരു ചടങ്ങാണ്. ഇത് ഒരു 9 മണിയാകുമ്പോഴേക്കും ഓരോ സംഘങ്ങളായി വന്നു തുടങ്ങും. വെളുപ്പിനോളം ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. അത്രയധികം ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെടിക്കെട്ടും ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ മിക്ക ഉത്സവ പറമ്പുകളിലും മറ്റും ഈ ചന്തകൾ, ബലൂൺ വിൽപ്പന, മറ്റ് ജുവലറി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കുന്ന ചന്തകൾ വെക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇപ്പോൾ അവർ ഫാമിലി കുടുംബമായി മൊത്തം വന്ന് കുട്ടികളടക്കം വന്ന് ഇതുപോലുള്ള ചന്തകൾ വെക്കുന്നത്. കുട്ടികളാണെങ്കിൽ തിരക്കുകൾക്കിടയിൽ ഓരോ ആൾക്കാർക്കിടയിലും കുട്ടികൾക്കിടയിലും പോയി ബലൂണുമായി ഓരോ ചെറിയ സാധനങ്ങൾ കൊണ്ടുപോയി ഓരോ ആൾക്കിടയിലും വിൽപ്പന നടത്തുന്നത് പതിവാണ്. ഭക്ഷണ മേഖലയിൽ അടക്കം ഇവരെ കാണാൻ പറ്റുന്നത്. ഇവരുടെ വിഭവമായ പാനിപൂരി അങ്ങനെയുള്ള ഒട്ടനവധി ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതുപോലത്തെ സംഘങ്ങൾ ഉത്സവകാലങ്ങളിൽ നമ്മുടെ കേരളത്തിലായിരിക്കും ഉത്സവ പറമ്പുകൾ തോറും ഇങ്ങനെ മാറി മാറി അവർ പോയിക്കൊണ്ടിരിക്കും. ഉത്സവം കഴിഞ്ഞ് അവർ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകും. പിന്നെ അവരുടെ കൃഷിയും ആയിട്ട് അങ്ങനെ പോകും എന്നാണ്.